നിലവിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഉദയനിധി സ്റ്റാലിൻ കരൂരിലേക്ക് വരുന്നു. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ഇപ്പോൾ ട്രിച്ചി എയർപോർട്ടിലെത്തി അവിടെ നിന്ന് റോഡ് മാർഗം കരൂരിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഏതായാലും ചെന്നൈയിൽ വിജയുടെ വീടിന് മുൻപിൽ പ്രത്യേകിച്ച് ഒരു പ്രതികരണവും വിജയുടെ ഭാഗത്തുനിന്നോ TVK അധികൃതരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രി വീട്ടിനകത്തേക്ക് കയറിപ്പോയ വിജയ് പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. വൻ പോലീസ് സന്നാഹം വിജയുടെ വീടിന് മുന്നിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൂടുതൽ ബന്ധവസ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിജയുടെ വീടിന് മുന്നിലേക്ക് അധികം ആരെയും അത്യാവശ്യക്കാരല്ലാത്ത ആളുകളെയൊന്നും കടത്തിവിടുന്നില്ല. ഇവിടെ ബാരിക്കേഡൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട്. നീലാങ്കരയിലുള്ള ഈ വീടിന് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. DMKയും അതുപോലെ തന്നെ അണ്ണാ DMKയും ഒക്കെ വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് വിവരങ്ങളെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് കൂടുതൽ ബന്ധവസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിലവിലേതായാലും വിജയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നിട്ടില്ല. ഇന്നലെ രാത്രി ഇത് നടക്കുന്ന സംഭവമായി എന്നുള്ള തരത്തിലുള്ള പ്രതികരണം മാത്രം, അത് സമൂഹ മാധ്യമമായിട്ടുള്ള Xൽ പങ്കുവച്ച ഒരു പോസ്റ്റ് മാത്രമാണ് വിജയുടേത് എന്ന് പറയാനുള്ള ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അതോടൊപ്പം വിജയുടെ അഭിഭാഷകന്റെ ഒരു പ്രതികരണം നേരത്തെ പുറത്തു വന്നിരുന്നു. അതായത് വിജയ് ഹൃദയം നടുങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലാണ്, വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്നുള്ളൊരു പ്രതികരണമാണ് അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നിലവിലേതായാലും മറ്റ് TVK വൃത്തങ്ങളുടെ ഭാഗത്ത് നിന്ന് മുതിർന്ന നേതാക്കളായുള്ള ആനന്ദിന്റെയോ മറ്റു ഭാഗങ്ങളിലുമോ യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല. ഇനി ഏറ്റവും അടുത്ത് അറിയാനുള്ളൊരു കാര്യം, ഈ സംഭവത്തിൽ വിജയുടെ പേരിൽ കേസ് എടുക്കുമോ, FIR രജിസ്റ്റർ ചെയ്യുമോ, ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിലാണ്. ഏതായാലും പോലീസ് കേസെടുക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. സമീപകാലത്തുണ്ടായിട്ടുള്ള മറ്റു ദുരന്തങ്ങളിൽ ഈ ദുരന്തത്തിന് ഇടയാക്കിയത് ഒരു താരാരാധനയാണ്. അങ്ങനെ താരങ്ങൾക്കെതിരെ കേസെടുത്ത സംഭവങ്ങൾ അയൽ സംസ്ഥാനമായിട്ടുള്ള തെലങ്കാനയിലുമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയ്ക്കെതിരെ കേസെടുക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വിജയ്ക്ക് ഒരു രക്തസാക്ഷി പരിവേഷം നൽകാനോ അല്ലെങ്കിൽ സഹതാപ തരംഗം ഉണ്ടാക്കാനോ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് DMK നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള MK സ്റ്റാലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ശ്രദ്ധേയമാകുന്നത്. അതായത് ഈ റിപ്പോർട്ട് കിട്ടിയാൽ റിട്ടയർഡ് ജസ്റ്റിസ് അരുണ ജഗദീശൻ കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ ഇതിൽ ആരാണ് കുറ്റക്കാർ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. അതിനുശേഷമേ വീഴ്ചയെക്കുറിച്ച് എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമുണ്ടോ? അതോ നേരത്തെ പോലീസ് മേധാവി പറഞ്ഞ പോലെ ഒരു മിസ്റ്റേക്കുമില്ല എന്ന് പറഞ്ഞ് പോലീസിനെ പൂർണ്ണമായും സുരക്ഷിതമാക്കിക്കൊണ്ട് വിജയുടെയും ഈ പാർട്ടിയുടെയും മേൽ പൂർണ്ണമായ ഉത്തരവാദിത്വം കെട്ടിവെക്കാനുള്ള ഒരു അന്വേഷണമാണോ നടക്കുക? സ്വാഭാവികമായിട്ടും പോലീസ് കൂടി അന്വേഷണം നടത്തുമെന്ന് അറിയിക്കുന്നുണ്ട്. അതായത് സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ കമ്മീഷന് പുറമെ പോലീസിന്റെ കൂടി അന്വേഷണം നടക്കും എന്നുള്ളതാണ് ADGP ഡേവിഡ്സൺ ദേവദർശൻ അദ്ദേഹം പ്രതികരിച്ചത്. അതുകൊണ്ട് തന്നെ ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ കൈ കഴുകുകയാണ്. അതായത് 10,000 പേർക്കുള്ള അനുമതിയാണ് നൽകിയത്. കൂടുതൽ ആളുകൾ അവിടെ എത്തി. ഇന്നലെ രാത്രി DGP പറഞ്ഞ ഒരു കാര്യം, 27,000-ഓളം ആളുകൾ എത്തി. വിജയ് സമയത്തിന് വന്നില്ല, വിജയ് വൈകിയതുകൊണ്ടാണ് ഈ ദുരന്തത്തിന് കാരണമായത് എന്നുകൂടി DGP തന്നെ ഇന്നലെ രാത്രി വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗം ക്ലിയറാക്കി പോലീസിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് വരുത്താനുള്ള നീക്കം തന്നെയാണ് തീർച്ചയായിട്ടും പോലീസ് വൃത്തങ്ങൾ നടത്തുന്നത്. സർക്കാരും ആ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് തുടരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും പോലീസിന്റെ ഭാഗത്ത് വീഴ്ചകൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അത് പോലീസായാലും സർക്കാരായാലും. പക്ഷേ ഈ സാഹചര്യത്തിൽ വിജയിയെ പ്രതിക്കൂട്ടിലാക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കാതിരിക്കും. അതേസമയം തന്നെ പോലീസിനെ തെറ്റു പറയാതിരിക്കേണ്ടിയും വരും. വല്ലാത്തൊരു പ്രതിരോധത്തിലാണ് സർക്കാർ വന്നുപെട്ടിരിക്കുന്നത് എന്ന് പറയേണ്ടതായി തന്നെ വരും. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം തിളച്ചു മറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നു.